കുറേ പണിയെടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതന്നെ ജേണൽ സപ്ലൈസ്. അപ്പോൾ എങ്ങനെ ഫുള്ളായിട്ട് കാണൂലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് വാഷി ടേപ്പ് ഉണ്ടാക്കാം. വാഷി ടേപ്പിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഇത് വിൻറ്റേജ് വാഷി ടേപ്സ് ആണ്. പഴയ ബുക്കിൻ്റെ ഒരു പേജ് എടുക്കുക. എന്നിട്ട് 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തിൽ നീളനെ കട്ട് ചെയ്ത് കൊടുക്കണം. ആസ് യൂഷ്വൽ ഗ്ലൂ തേച്ചിട്ട് കട്ട് ചെയ്തതിന് എല്ലാത്തിനെയും ജോയിൻ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ പേജസിൽ കുറച്ച് ബ്രൗൺ പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടും. എനിക്ക് പിന്നെ മടിയായതുകൊണ്ടാണ്. ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് വള പോലെ ഉണ്ടാക്കണം. ഇത് റോൾ ചെയ്യാനേ നമ്മൾ സ്റ്റിക്കി വാഷി ടേപ്പ് എല്ലാം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റർ കൂടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ്. അടുത്തത് കുറച്ചുകൂടി വലിയ 3 വാഷി ടേപ്സ് ആണ്. 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തിൽ ചാർട്ട് പേപ്പർ നീളനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പെൻസിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ അതിൽ എഴുതി കൊടുക്കുക. കഴ്സി റൈറ്റിംഗിൽ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ലുക്ക് കിട്ടും. പെന്ന് കൊണ്ടും എഴുതാം, പക്ഷേ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എഴുത്ത് മാത്രം എടുത്ത് കാണിക്കും. അതൊരു ലുക്കില്ലല്ലോ. എന്നിട്ട് ഒരു സ്പോഞ്ചിൽ വാട്ടർ കളറും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. ആ ബ്രൗണിൽ തന്നെ കുറച്ചുകൂടി ഗ്രീൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷെയ്ഡ് കിട്ടും. അതിൽ തന്നെ കുറച്ച് ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും ഒരു ഷെയ്ഡ് കിട്ടും. എന്നിട്ട് എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ്. ഒരു വളം ഉണ്ടാക്കുക, റോൾ ചെയ്ത് കൊടുക്കുക, അഡ്ജസ്റ്റർ വെക്കുക, സെറ്റ്. വേണമെങ്കിൽ പെന്ന് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. ഞാൻ ചെറുതായിട്ട് കുറച്ച് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഫ്ലോറൽ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. വിൻറ്റേജ് സ്റ്റിക്കേഴ്സിൻ്റെ വീഡിയോ കുറച്ച് മുന്നേ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അതുപോലെയല്ല. അത് നമ്മൾ കട്ട് ചെയ്തിട്ടല്ലേ ചെയ്തത്. ഇത് കട്ട് ചെയ്യണ്ട മീൻസ് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ? സ്റ്റിക്കേഴ്സൊക്കെ ഏത് വഴിക്കാൻ ചാടിപ്പോവാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ജേർണലിംഗ് ചെയ്യുമ്പോഴേ നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് ആവശ്യമുള്ളത് കട്ട് ചെയ്തെടുത്താൽ പോരെ. 3 ചാർട്ട് പേപ്പറിൻ്റെ പീസ് എടുക്കുക. അതിൽ കുറച്ച് ചെറിയ സർക്കിൾസ് വരച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സോ പ്ലാന്റ്സോ വെച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് വാട്ടർ കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുക. നോട്ട് ദ പോയിന്റ് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പെന്ന് വെച്ച് വരച്ചു കൊടുക്കണം, അല്ലെങ്കിൽ മൊത്തത്തിൽ കൊളാവും. അനുഭവം ഗുരുവെന്നാണല്ലോ. ആ സർക്കിൾസിൻ്റെ ബാക്കിൽ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടി പണി എളുപ്പമാവാൻ വേണ്ടിയിട്ട്. സെയിം പ്രോസസ്സിൽ ഞാൻ വേറെ 2 കളറിലും കൂടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രയേ ഉള്ളൂ. ഇനി അടുത്ത പണി നോക്കാം. നെക്സ്റ്റ് നമ്മൾ വിൻറ്റേജ് സ്റ്റാമ്പ്സ് ആണ് ഉണ്ടാക്കുന്നത്. 2 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തിൽ ചാർട്ട് പേപ്പർ നീളനെ കട്ട് ചെയ്യുക, നമ്മളെപ്പോഴും പറയണ പോലെ തന്നെ. എന്നിട്ടൊരു സെയിം ലെങ്ത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കതിൻ്റെ 4 സൈഡ്സും കട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ റാ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിങ്ങനെ ചിരിച്ചിട്ടൊക്കെയാണ് കട്ട് ചെയ്യണത്. ആക്ച്വലി സ്റ്റാമ്പ്സ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ചെറിയ തകരാറുകളുണ്ട്, എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുക്കാം, സ്റ്റാമ്പല്ലേ. എന്നിട്ട് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള പിക്ചേഴ്സ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ വിൻറ്റേജ് ഡൂഡിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടൂട്ടോ. പിക്ചേഴ്സിൻ്റെ പകരം ചെറിയ നോട്ട്സൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാലിഗ്രഫിയിൽ. ഇത് വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം. കുറച്ചുകൂടി വിൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നോർമൽ വാട്ടർ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കളേഴ്സ് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള കളേഴ്സ് കിട്ടും. അടുത്ത് നമുക്ക് കുറച്ച് വിൻറ്റേജ് പോളറോയിഡ്സ് ഉണ്ടാക്കാം. പോളറോയിഡ്സ് ഞാനതിന് പേരിട്ടത് പോളറോയിഡിൻ്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഇതിലും അതേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റിങ്സ് എഴുതാം. പിക്ചേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിൻട്രസ്റ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതിൽ നോക്കി കിട്ടും. ഈ സെയിം പ്രോസസ്സിൽ ഒരു 5-6 ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ട് സെറ്റാക്കാം. 4 വർഷമായാലും ഞാൻ ജേർണലിംഗ് തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ജേർണൽ സപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. യൂഷ്വലി ജേർണലിംഗ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കിട്ടിയ തട്ടിക്കൂട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് പരിപാടി അവസാനിപ്പിക്കാറാണ് പതിവ്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് അറിയാം? 3-4 മണിക്കൂർ പോകും. സോ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് അതും സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ കുറച്ച് ക്വാഡ് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് അത് തന്നെയാണെന്ന് എനിക്കറിയില്ല. അതിപ്പോൾ ഞാനിട്ട പേരാണ്. ഒരു ചാർട്ട് പേപ്പറിൻ്റെ പീസ് എടുക്കുക, കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് പിടിയിട്ടില്ലേ? ഇപ്പം ചെയ്തതൊക്കെ കളർ അടിച്ചിട്ടല്ലേ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വൈറ്റ് തന്നെ ഇരുന്നോട്ടെ. അതൊന്ന് കട്ട് ചെയ്തിട്ട് ജേർണലിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റാണ്. ഇനിയാണ് മെയിൻ സാധനം, പാറ്റേൺ പേപ്പേഴ്സ്. പാറ്റേൺ പേപ്പേഴ്സ് വേണമെങ്കിൽ നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബുക്കിൻ്റെ പേജ് എടുക്കാം, കുറച്ച് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മാഗസിൻ്റെ പേജ് എടുക്കാം. അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്തും പാറ്റേൺ പേപ്പർ ആക്കാം. എനിക്ക് ഈ കോഫീൻ്റെ സ്മെല്ല് ജേർണലിൽ വരുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രൗണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കോഫി എഫക്റ്റ് പോലെ ചെറുതായിട്ടൊക്കെ തോന്നിക്കും. ഈ വിൻറ്റേജ് എസ്തെറ്റിക്സിൽ ബ്രൗൺ ഷെയ്ഡ് മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഡാർക്ക് കളേഴ്സ് എല്ലാം അതിൽ നമുക്ക് ഉൾപ്പെടുത്താം.
വേണമെങ്കിൽ ഈ പേപ്പേഴ്സ് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ വരച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടി അടിപൊളിയാക്കാം. എനിക്കാണെങ്കിൽ പുല്ലും ചെടിയും മാത്രമേ വരക്കാൻ അറിയുള്ളൂ, അതുകൊണ്ടാണ് ഇതിൽ എല്ലാത്തിലും ഒരേ പാറ്റേൺ. ഈ ഒരു പാറ്റേൺ പേപ്പറിൽ ഞാൻ ഫ്ലവേഴ്സ് വരച്ചു കൊടുത്തു. അങ്ങനെ വരച്ചു കൊടുത്തപ്പോൾ ഒരു ക്യൂട്ട് എഫക്റ്റ് ഇനി. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലാക്ക് അങ്ങോട്ട് അടിച്ചു കൊടുത്തു. ഇപ്പോൾ ശരിയില്ലേ, കുറച്ച് ഗ്രിഡ് ലൈൻസ് ഒക്കെ കുത്തി കയറ്റിയാലെന്നൊക്കെ അങ്ങനെ ആലോചിച്ചു. പിന്നെ എന്തിനാ വെറുതെ നാട്ടുകാരോട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും സെറ്റാണ്. ഇത് നമുക്ക് ജേർണൽ ചെയ്യുമ്പോൾ സൈഡിലൊക്കെ ക്രീറ്റ് മുറിച്ചിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ബട്ടർഫ്ലൈസിനോട് കുറച്ച് ഒബ്സഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിലും കുറച്ച് ബട്ടർഫ്ലൈസ് ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചു. ഒരു പേപ്പറിനെ 4 ആക്കി മുളക്കിയിട്ട് അതിന് മുകളിൽ ഒരു ബട്ടർഫ്ലൈനെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പെയിൻ്റ് അടിക്കുക. ജേർണൽ ഫ്ലിപ്പ് ത്രൂ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ജേർണൽ ഒരു ബട്ടർഫ്ലൈ പോലും ഇല്ല. ആ വിഷമം ഇന്നത്തോടു കൂടി അങ്ങോട്ട് തീർക്കാം. കുറച്ച് ഡാർക്ക് കളേഴ്സൊക്കെ അടിച്ചു കൊടുത്തിട്ട് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഫൈനലി നമ്മൾ കുറച്ച് വിൻറ്റേജ് ഫ്രെയിംസ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫ്രെയിം മാത്രം യൂസ് ചെയ്യാം, പക്ഷേ വേസ്റ്റ് ഓഫ് പേപ്പറും പിന്നെ മടിയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫുൾ അങ്ങോട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രെയിംസൊക്കെ വരച്ചു കൊടുക്കുക, എന്നിട്ട് സെയിം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ചധികം ജേർണൽ സപ്ലൈസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടൊരു ജേർണലിങ് ചെയ്യാം. അതിൻ്റെയും കൂടി വീഡിയോ വരുന്നുണ്ട്, അതുകൂടി കണ്ടിട്ട് നിങ്ങൾ പോയിക്കോ. ഞാൻ ഇതുവരെ കളർ തീമിൽ ജേർണലിങ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഇന്ന് നമുക്കൊരു ബ്ലൂ തീമിൽ അങ്ങോട്ട് തുടങ്ങാം. ആദ്യം ബ്ലൂ വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കുറച്ച് പേറ്റേൺ പേപ്പേഴ്സ് ഉണ്ടല്ലോ, എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചതാണല്ലേ, സോറി മറന്നുപോയി, അത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ബട്ടർഫ്ലൈന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ബ്ലൂ പോളറോയിഡ് അതിനെയും ഒട്ടിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് സ്റ്റിക്കേഴ്സ്, അത് ഞാൻ എല്ലാ കളറും കൊടുത്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്. അടുത്തത് ഒരു ബ്ലൂ സ്റ്റാമ്പിനെ അടിയിൽ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്വാഡ് സ്റ്റിക്കർ എല്ലാം കൂട്ടി ഒട്ടിച്ചപ്പോൾ എഴുതാൻ സ്ഥലമില്ലാണ്ടായി. സാരല്ല, എവിടെയൊക്കെ എഴുതാം. ഈ കളർ തീമിൽ ജേർണലിങ് ചെയ്യണതും അടിപൊളിയാണല്ലേ. ഞാനാണെങ്കിൽ ഇതുവരെ ബ്രൗൺ തീമിൽ മാത്രമാണ് പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഇതങ്ങോട്ട് തുടങ്ങാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ജേർണൽ സപ്ലൈസിൻ്റെ വീഡിയോ. ഇനി എന്ത് സപ്ലൈസാണ് വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ബിലോ നമുക്ക് നോക്കാം. അതുപോലെ ഇനി സോഫ്റ്റ് ഗേൾ ഇസ്തെറ്റിക്സിൻ്റെ ജേർണൽ സപ്ലൈസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബിലോ നമുക്ക് നോക്കാമേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ.